Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Salatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in wa man tabi'ahum bi ihsanin ila yawmiddin. ബഹുമാനരായ സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഐഹിക ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു സംഗതിയാണ് മലക്കുകൾ അവരുടെ അനുഗ്രഹീതമായ സാന്നിധ്യം കൊണ്ട് നമ്മോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത്. എന്നുമാത്രമല്ല, ഈ ജീവിതത്തിൽ പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾക്ക് മേൽ മലക്കുകൾ ഇറങ്ങും അവരുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടങ്ങളിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്ത് ഫുസ്സിലത്തിൽ നമുക്ക് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ റമദാനിന്റെ അവസാനത്തെ രാവുകളിലാണ്. ഈ രാവുകളിൽ അവസാനത്തെ 10 രാവുകളിൽ പ്രത്യേകിച്ച് മലക്കുകളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ രാത്രികളാണ് റമദാനിന്റെ അവസാന രാവുകൾ. മലക്കുകൾ ഇറങ്ങി വരുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ അനുസരിക്കുകയും അവനെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുക, അവനെ നന്ദി പറയുക. അങ്ങനെ ഒരു അവസ്ഥയിൽ മലക്കുകളെ മലക്കുകൾ നമ്മളെ കാണുകയും ചെയ്യുക എന്നുള്ളത് ജീവിതത്തിൽ ലഭിക്കാവുന്ന അസുലഭമായിട്ടുള്ള സൗഭാഗ്യമാണ്. അതേ മലക്കുകളെ നാളെ പരലോകത്ത് സ്വർഗത്തിൽ കണ്ടുമുട്ടുക എന്ന് പറയുന്നത്, എന്നിട്ട് അവർ നമ്മളെ സ്വാഗതം ചെയ്യുകയും സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും നമ്മളെ പ്രശംസിക്കുകയും ചെയ്യുക എന്നുള്ളത് അതിനേക്കാളേറെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതാഭിലാഷം കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും, മലക്കുകൾ മിക്കവാറും പല മലക്കുകളുടെയും പേരുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലും നമുക്ക് സൂചിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, നരകത്തെ കാക്കുന്ന മലക്കിനെ കുറിച്ച് മാലിക് എന്നാണ്, മാലിക് അലൈഹിസ്സലാം. ആ മാലിക് എന്ന പേര് മുൽക്ക് എന്ന പദത്തിൽ നിന്ന് വന്നാണ്. മുൽക്ക് എന്ന് പറഞ്ഞാൽ അധികാരം, ശക്തി എന്നൊക്കെ അർത്ഥം. ആ മലക്കാണ് നരകത്തെ കാക്കുന്നത്, അതിന് കാവൽ നിൽക്കുന്നത് മാലിക്കാണ്. എല്ലാ മലക്കുകളും അള്ളാഹുവിന്റെ പ്രത്യേകമായ സൃഷ്ടികളാണ്. അവർക്ക് അള്ളാഹു പ്രത്യേക സൗന്ദര്യം കൊടുത്തിരിക്കുന്നു. അതേ മലക്ക് തന്നെ നരകത്തിനും അങ്ങനത്തെ അതിൽപ്പെട്ട ഒരു മലക്ക് ഒരു മാലാഖയാണ് ഉള്ളത്. പക്ഷേ ആ മലക്ക് നരകം കാക്കുന്നത് കൊണ്ട് തന്നെ അതിലൊരു പ്രത്യേകമായ പവറും ശക്തിയുമൊക്കെ ഉണ്ടാകും. കാരണം അത്തരം ആളുകളെയാണ് ആ നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുക. അവരെ ആ നരകത്തിന് യോജിച്ച അല്ലെങ്കിൽ നരകവാസികൾക്ക് യോജിച്ച ഒരു അപ്പിയറൻസിലായിരിക്കും ആ മലക്ക് ഉണ്ടാവുക എന്നതാണ് ആ മുൽക്കിൽ നിന്നാണ് മാലിക് എന്ന പേര് ആ മലക്കിന് വരാൻ കാരണം. ഇനി സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലക്കിന്റെ പേരായിട്ട് നമുക്ക് പല മുഫസ്സിറുകളും വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം ഇബ്നുൽ ഖയ്യിം, ഇബ്നു കസീർ ഒക്കെ അവർ വ്യത്യസ്തങ്ങളായ ഹദീസുകളിലൂടെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. റിൽവാൻ എന്നാണ്, റിൽവാൻ അലൈഹിസ്സലാം ആ മലക്കിന്റെ പേര്. അത് റിള, അതായത് സംതൃപ്തി എന്ന പദത്തിൽ നിന്നാണ് റിൽവാൻ വരുന്നത്. സ്വർഗത്തിന്റെ കാവൽ നിൽക്കുന്ന കാവൽ മാലാഖമാരുടെ നേതാവിന്റെ പേര് റിളയിൽ നിന്നാണ്, സംതൃപ്തിയിൽ നിന്നാണ്. അപ്പോൾ അത് ആ ഒരു വൈപരീത്യം നോക്കുക. ഒന്ന് മുൽക്ക്, പവറും സ്ട്രെങ്ത്തുമാണെങ്കിൽ മറ്റൊന്ന് സംതൃപ്തിയാണ്. ആ ഒരു അർത്ഥത്തിൽ അതിന്റെ പേരുകൾ പോലും അള്ളാഹു അങ്ങനെ സൂക്ഷിച്ചാണ് ആ അർത്ഥത്തിൽ മലക്കുകൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി സ്വർഗത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യത്യസ്ത മലക്കുകൾ ഏതൊക്കെയാണ്? നമ്മൾ ധാരാളമായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് പല മലക്കുകളെ കുറിച്ച് കേൾക്കാറുണ്ട്, അവരുടെ പേരുകൾ കേൾക്കാറുണ്ട്. അത്തരം മലക്കുകളെ നമുക്ക് സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ സാധിക്കുമോ? അവരുമായി സംസാരിക്കാൻ നമുക്ക് സാധിക്കുമോ? ഇമാം ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്കുകൾ അവർ ആണ് സ്വർഗത്തിൽ അതിന്റെ സ്വർഗവാസികൾക്ക് വേണ്ടിയിട്ടുള്ള പല ബഹുമതികളും അവർക്ക് വേണ്ടിയിട്ടുള്ള പല അനുഗ്രഹങ്ങളുമൊക്കെ തയ്യാറാക്കുന്നതിന്റെ നേതൃത്വം അവർക്കാണ്. ആ മലക്കുകൾ സ്വർഗത്തെ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നു. അവർ നമുക്ക് വേണ്ടിയിട്ടുള്ള, നമ്മളെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മാനങ്ങൾ അവർ തയ്യാറാക്കുന്നു. അതുപോലെ തന്നെ വസ്ത്രങ്ങൾ, സ്വർഗവാസികൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങൾ അവർ തയ്യാർ ചെയ്യുന്നു. ആഭരണങ്ങൾ നിർമ്മിക്കുകയും അതിന് ഒരുക്കുകയും അത്
ക്രമപ്പെടുത്തി വെക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ കൊട്ടാരങ്ങൾ നിർമ്മിക്കുകയും സ്വർഗവാസികളുടെ പൂന്തോട്ടങ്ങളും മറ്റും അതിനെ പരിപാലിക്കുകയും ചെയ്യുന്ന അത്തരം മലക്കുകൾ, ഭക്ഷണവും പാനീയങ്ങളുമൊക്കെ തയ്യാറാക്കുന്ന, വിരുന്നുകൾ ഒരുക്കുന്ന മലക്കുകൾ, ഇതിനൊക്കെ പ്രത്യേകമായി മാലാഖമാരെ അല്ലാഹു സുബ്ഹാനഹു തആല സജ്ജീകരിച്ചിരിക്കുന്നു. അവരൊക്കെ തന്നെ സ്വർഗവാസികളുടെ വരവ് അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗവാസികൾക്ക് വേണ്ടി അവർ ഒരു കണ്ണും കാണാത്ത, ഒരു ചെവിയും കേൾക്കാത്ത, ഒരു മനുഷ്യ മനസ്സിലും തോന്നാത്ത അത്ര മികവുറ്റ സൗകര്യങ്ങളാണ് അവർ ആ മലക്കുകൾ സ്വർഗവാസികൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത്. ഇനിയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാറ്റഗറിയിലുള്ള മാലാഖമാരുണ്ട്. ചില വിവരങ്ങൾ പുറത്തുവിടുന്ന, അനൗൺസ്മെന്റുകൾ ചെയ്യുന്ന മലക്കുകൾ. പലപ്പോഴും സ്വർഗവാസികൾക്ക് അവരാണ് അനൗൺസ്മെന്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം അനൗൺസ്മെന്റുകൾ സ്വർഗവാസികൾക്ക് ഏറ്റവും സന്തോഷകരമായ സംഗതിയായിരിക്കും. അള്ളാഹു സ്വർഗവാസികളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വിവരങ്ങൾ പലപ്പോഴും ഈ മലക്കുകളിലൂടെയാണ് അള്ളാഹു പുറത്തുവിടുക. പിന്നെ ചില മലക്കുകൾ നമ്മളെ നിരന്തരമായി അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹു അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സലഹ മിൻ ആബാഇഹിം വസ്വാജിഹിം വദുർരിയാതിഹിം വൽ മലായികത്തു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്. ആ ശാശ്വതമായ പൂന്തോട്ടങ്ങൾ, സ്വർഗ പൂന്തോപ്പുകൾ, അതിൽ അവരും അവരുടെ നല്ലവരായ സദ്വൃത്തരായ മാതാപിതാക്കളും ഇണകളും സന്താനങ്ങളും പ്രവേശിക്കും. വിശ്വാസികളെക്കുറിച്ചാണ് പറയുന്നത്. ആ സ്വർഗത്തിൽ എല്ലാ വാതിലുകളിലൂടെയും മലക്കുകൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല, അവർ പറയും, സലാമുൻ അലൈക്കും ബിമാ സബർത്തും ഫനിഅമ ഉഖ്ബദ്ദാർ. നിങ്ങൾക്ക് സലാം, അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള സമാധാനം, നിങ്ങൾ ക്ഷമിച്ചതിന്റെ പേരിൽ. ഫനിഅമ ഉഖ്ബദ്ദാർ, നിങ്ങളുടെ ഈ വീട്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ അന്തിമ പ്രതിഫലമായിട്ടുള്ള ഈ വീട് അതെത്ര മനോഹരമാണ് എന്ന് എല്ലാ വാതിലുകളിലൂടെയും കടന്നു വന്നുകൊണ്ട് ഈ മലക്കുകൾ സ്വർഗവാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറയുന്നത്, നിങ്ങൾ ഈ വീടുകൾ, നിങ്ങളുടെ ഈ ഭവനങ്ങൾ അത് നിങ്ങൾ ആസ്വദിക്കുക. അവർ സലാം പറയുക മാത്രമല്ല, മറിച്ച് നമ്മളെ സേവിക്കുകയും നമുക്ക് വേണ്ടി സ്വർഗത്തിലെ എല്ലാ വസ്തുക്കളും ഒരുക്കുകയും അത് കൊണ്ടുവരികയും ചെയ്യുന്നു. അവർ നമ്മളെ സ്വർഗത്തിൽ പല സ്ഥലങ്ങളും കാണിച്ചു തരുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അതുപോലെ തന്നെ പലതരത്തിൽ നമ്മളെ സേവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. നമ്മൾക്കതുപോലെ ഭൂമിയിൽ നമുക്ക് മനുഷ്യർക്ക് നേതാവുള്ളതുപോലെ സ്വർഗത്തിലും മലക്കുകൾക്ക് ഒരു നേതാവുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, അതുപോലെ തന്നെ മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം. ഈ 3 മലക്കുകളാണ് പ്രധാനപ്പെട്ട മലക്കുകൾ. അവരെ അള്ളാഹു പിന്നെ വിശേഷിപ്പിക്കുന്നത് അൽ മുഖസ്സിമാത്തി അമ്ര എന്നാണ്. അതായത് അള്ളാഹുവിന്റെ ഓരോ കമാൻഡുകളും കൽപ്പനകളും കൃത്യമായി നടപ്പാക്കുകയും അതിനെ ഏറ്റെടുത്ത് നടപ്പാക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ അത്തരം മലക്കുകളാണ് ഇവർ. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ നേതാവാണ്. സയ്യിദുൽ മലായിക എന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാമെ വിശേഷിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാമെ കാണാൻ നമുക്ക് സ്വാഭാവികമായും ആഗ്രഹമുണ്ടാകും. കാരണം അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത്, ആ മലക്കിനെ കുറിച്ച് നമുക്ക് അറിയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹി കൊണ്ടുവന്ന് കൊടുത്ത മലക്കാണ്. അതുപോലെ പ്രവാചകനെ ഇസ്രാ മിഅ്റാജിന്റെ സന്ദർഭത്തിൽ പ്രവാചകനെയും കൊണ്ട് സ്വർഗലോകത്തേക്ക് യാത്രയായ ആളാണ്. ആ മലക്കിന്റെ ഒരു മുഴുവൻ രൂപത്തെക്കുറിച്ച് പ്രവാചകൻ വിശേഷിപ്പിക്കുന്നുണ്ട്. 600 ചിറകുകളുള്ള, ഓരോ ചിറകുകളിൽ നിന്നും പവിഴങ്ങളും മുത്തുകളും ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന മനോഹരമായ രൂപത്തിൽ ഇറങ്ങി വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാമയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമയെ നമുക്കവിടെ വെച്ച് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിക്കും. അദ്ദേഹത്തോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റും പ്രവാചകനെ കുറിച്ച് എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രമല്ല, മറ്റ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്കും വഹി കൊണ്ടുവന്ന് കൊടുത്തത് ജിബ്രീൽ അലൈഹിസ്സലാമയാണ്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം മാത്രമല്ല, ആ ജിബ്രീൽ മാലാഖയ്ക്ക് സ്വർഗത്തെ സൃഷ്ടിച്ചത്, ഭൂമിയെ സൃഷ്ടിച്ചത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ വിവരങ്ങളുമുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ചൊക്കെ നമുക്ക് അന്വേഷിക്കാൻ പറ്റും. ഓരോരുത്തരും ആരൊക്കെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നു എന്നിങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും. പിന്നെ ഉള്ളത് മീകായിൽ അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത കാരുണ്യത്തിന്റെ, മലക്കുർ റഹ്മ, മലക്കുൽ ഗൈസ്, മലക്കുൽ റിയാഹ്, അതാണ്. അത് കാരുണ്യത്തിന്റെ മലക്കാണ്, മഴ പെയ്യിക്കുന്ന മലക്കാണ്, കാറ്റിന്റെ മലക്കാണ്. അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം മഴയും കാറ്റുമൊക്കെ കാരുണ്യമായിട്ട് ജനങ്ങൾക്ക് പെയ്തു കൊടുക്കുന്ന, അതിൻ്റെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന
മലക്കാണ് ഈ മലക്കുർ റഹ്മ എന്ന് വിളിക്കപ്പെടുന്ന മീകായിൽ അലൈഹിസ്സലാം. അദ്ദേഹം നാം സ്വർഗത്തിലെ ഒരു ഇളം കാറ്റും മഴയും കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ സാധിക്കും. പിന്നെയുള്ളത് ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ്. അദ്ദേഹമാണ് കാഹളത്തിലൂതുന്ന അന്നാഫിഖൽ ഫിസ്സൂർ, കാഹളത്തിലൂതുന്ന മലക്ക്. ആ കാഹളത്തിലെ ഊത്തോടു കൂടിയാണ് എല്ലാ മനുഷ്യരും മരിച്ചു വീഴുന്നത്. അപ്പോൾ ഇസ്രാഫീൽ അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ മരണത്തിന് കാരണക്കാരനായ ഒരു മലക്ക് എന്നുള്ള നിലക്കല്ല നമ്മൾ സ്വർഗത്തിൽ കാണുക, മറിച്ച് വളരെ മനോഹരമായ ശബ്ദമുള്ള ഒരു മലക്ക് എന്നുള്ള നിലക്കാണ്. ഇസ്രാഫീലിന്റെ പ്രത്യേകത അതാണ്, അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ മനോഹരമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലക്കുൽ മൗത്ത്, ഇസ്രായിൽ എന്ന് നമ്മൾ വിളിക്കുന്ന മലക്കുൽ മൗത്ത്, നമ്മുടെ എല്ലാവരുടെയും നാം മരണപ്പെടുമ്പോൾ നമ്മുടെ ആത്മാവിനെ പിടിക്കുന്ന മലക്ക്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആ മരണസമയം ഒരു വേദനയുടെ സമയമായിരിക്കില്ല. സക്രാത്തുൽ മൗത്ത് ഉണ്ടാകാം, പക്ഷേ അവിടെ പോലും മലക്ക് അസ്രായിൽ നമുക്ക് സന്തോഷവാർത്ത, മലക്കുൽ മൗത്ത് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുന്നത്. അസ്രായിൽ എന്നുള്ളത് ചില തഫ്സീറുകളിൽ വന്ന പേര് മാത്രമാണ്. അപ്പോൾ ആ മലക്കിനെ കാണുക എന്നുള്ളതും നമുക്കൊരു സന്തോഷകരമായ ഒരു സംഗതിയാണ്. ഇനിയും ധാരാളം മലക്കുകളെ നമുക്ക് ജീവനോടെ സ്വർഗത്തിൽ കാണാൻ സാധിക്കും. അവിടെ വെച്ച് ആ മലക്കുകൾ നമ്മളോട് പറയും, അവർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നഹ്നു ഔലിയാഉക്കും ഫിദ് ദുനിയ വഫിൽ ആഖിറ, ഭൂമിയിൽ ഇഹലോകത്ത് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ ഞങ്ങളായിരുന്നു, ഇനി ഈ പരലോകത്തും ഞങ്ങൾ തന്നെയാണ്, ഇവിടെയും ഞങ്ങൾ തന്നെ. വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സുകൾ എന്താണോ കൊതിക്കുന്നത്, അതൊക്കെ ഈ സ്വർഗത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് ഈ മലക്കുകൾ പറയും. അപ്പോൾ ഭൂമിയിൽ നമ്മൾ അനുഗമിച്ച ആ മലക്കുകൾ നമുക്കവരെ കാണാൻ സാധിച്ചിരുന്നില്ല, പക്ഷേ പരലോകത്ത് സ്വർഗത്തിൽ വെച്ച് നമുക്കവരെ കാണാനും അവരോട് സംസാരിക്കാനും പറ്റും. നമ്മുടെ പഴയ സുഹൃത്തുക്കളെയും സ്നേഹിതരെയും ഒക്കെ നമ്മൾ കാണുമ്പോൾ പഴയ കാലഘട്ടം നമ്മൾ ഓർത്തെടുക്കുന്നത് പോലെ ഈ മലക്കുകളുമായിട്ട് നമുക്ക് പലതരത്തിലുള്ള അത്തരം ഓർത്തെടുക്കാൻ പല സംഗതികളും ഉണ്ടാകും എന്നുള്ളതാണ്. ഇനിയും ചില മലക്കുകളെക്കുറിച്ച് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന മലക്കുകൾ, അൽ മുഅഖിബാത്ത് എന്ന് പറയുന്ന ആ മലക്കുകളാണ് നമ്മളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്കറിയാം, ഇഹലോകത്ത് ഓരോ നിമിഷവും മലക്കുകളുടെ സംരക്ഷണയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മലക്കുകൾക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ, നമ്മളറിയാത്ത വിവരങ്ങളുണ്ടാകും. ആ വിവരങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കും. ഉദാഹരണത്തിനൊരു കാർ ആക്സിഡന്റിൽ നാം രക്ഷപ്പെട്ടത് എങ്ങനെയാണ്, അള്ളാഹു ആ കാർ ആക്സിഡന്റ് നമ്മളെ രക്ഷപ്പെടുത്തിയത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എന്തോ ഒരു ഭീകരമായ സംഗതി നമുക്ക് നേരെ വന്നപ്പോൾ എങ്ങനെയാണ് നാം പ്രാർത്ഥിച്ചത്, അള്ളാഹു സുബ്ഹാനഹു തആല ആ മലക്കുകളോട് കൽപ്പിച്ചിട്ട് ആ ദുആയുടെ ഫലമായിട്ട് അത്തരം ആപത്തുകൾ നമ്മളിൽ നിന്ന് എങ്ങനെയാണ് മാറ്റിയത്, നമുക്ക് അസുഖം ബാധിച്ചപ്പോൾ അസുഖം എങ്ങനെയാണ് മാറിയത്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് ഈ മലക്കുകളോട് ചോദിക്കാനും അവരുമായിട്ട് പങ്കുവെക്കാനും ഉണ്ടാകും. അവർ നമ്മളോട് സംസാരിക്കും. നമ്മുടെ പ്രധാനപ്പെട്ട സ്വകാര്യ നിമിഷങ്ങളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർ പ്രവർത്തിച്ചതിനെക്കുറിച്ചൊക്കെ അവർ നമ്മളോട് പറയും. ഈ മലക്കുകളുടെ പ്രത്യേകത, അവർ നമ്മളോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് പുറത്തു തന്നതിൻ്റെ പേരിൽ നമ്മളോടൊപ്പം ആഘോഷിക്കുകയും നാം അള്ളാഹുവിനെ കുറിച്ച് സംസാരിച്ച അല്ലെങ്കിൽ അള്ളാഹുവിനെ പ്രശംസിച്ചത്, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തത് ഒക്കെ അവർ ഓർത്തെടുക്കുകയും ചെയ്യും ലൈലത്തുൽ ഖദ്റിന്റെ സന്ദർഭത്തിൽ. അതുപോലെ മറ്റു പല പഠന ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിലായി അള്ളാഹുവിനെ കുറിച്ച് ഓർത്തതും അവനെ പ്രകീർത്തിച്ചതുമൊക്കെ ഈ മലക്കുകൾ നമ്മളോട് പറയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം മലക്കുകളുടെ ഒരു സാന്നിധ്യം, അത് സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സഹാബിയോട് പറഞ്ഞല്ലോ, അദ്ദേഹം പ്രവാചകന്റെ സന്നിധിയിലാകുമ്പോൾ ഈമാൻ കൂടുകയും ആ സന്നിധിയിൽ നിന്ന് പോകുമ്പോൾ ഈമാൻ കുറയുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പരാതിപ്പെട്ട ആ സഹാബിയോട് പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങൾ എൻ്റെ അടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് എപ്പോഴും ആയിരുന്നതെങ്കിൽ മലക്കുകൾ നിങ്ങളെ തെരുവുകളിൽ അഭിവാദ്യം ചെയ്യുമായിരുന്നു എന്ന്. ഇപ്പോഴിതാ സ്വർഗത്തിൽ അതേ മലക്കുകൾ വളരെ അക്ഷരാർത്ഥത്തിൽ തന്നെ സ്വർഗത്തിലെ ഓരോ ഇടനാഴിയിലും ഓരോ സ്ഥലത്തിലും വച്ചിട്ട് നമ്മളെ അഭിവാദ്യം ചെയ്യുകയും നമ്മളോടൊപ്പം ആഘോഷിക്കുകയും സന്തോഷിക്കുകയും അള്ളാഹുവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. അത് എത്രമാത്രം അനുഗ്രഹീതമായ ഒരു സമയമായിരിക്കും, സന്ദർഭമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല
അത്തരം അനുഗ്രഹീതമായ സന്ദർഭങ്ങളിലൂടെ ഇനിയും നമുക്ക് അവൻ നമ്മെ പ്രവേശിപ്പിക്കുകയും ആ സ്വർഗത്തിൽ നമ്മെ പ്രവേശിപ്പിക്കുകയും അത്തരം അനുഗ്രഹം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.